ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ട ഭാഗം 13-ാം അധ്യായം 53 മുതൽ 57 വരെയുള്ള ഭാഗമാണ്. അവിടെ പ്രത്യേകമായി ഈശോ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ അവിടെ നടക്കുന്ന സംഭവമാണ്. കർത്താവിനെ കുറിച്ച് അവർ സംശയിക്കുകയാണ്. അവിടുത്തെ പ്രബോധനങ്ങളെ ഓർത്ത് അവർ അത്ഭുതപ്പെടുകയാണ്. ഈ മനുഷ്യൻ ഈ അറിവും അത്ഭുതസിദ്ധികളെല്ലാം എവിടെ നിന്നാണ്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമെന്നല്ലേ ഇയാളുടെ അമ്മയുടെ പേര്? ഇയാളുടെ സഹോദരന്മാരല്ലേ യാക്കോബും യോസേഫും ശിമയോനും യൂദായും? അപ്പൊ ഈ ചോദ്യം കന്യാമറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പലർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. മാതാവിന് ഈശോ അല്ലാതെ വേറെ മക്കളുണ്ടായിരുന്നോ എന്നാണ് ആ ചോദ്യം. അവരുടെ പേരുകൾ തന്നെ പറയുന്നുണ്ട്. കന്യാമറിയത്തെക്കുറിച്ച് വിശുദ്ധകൾ എപ്പോഴും പറയുന്നത് 6-ാം മാസം കന്യകയുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതൻ കന്യകയുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു എന്നാണ്. കന്യാമറിയം കന്യകയായിരുന്നു. സഭയുടെ പ്രബോധനം കന്യാമറിയം നിത്യകന്യകയാണെന്നാണ്. പെർപെച്വൽ വെർജിനിറ്റി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സഹോദരന്മാരുടെ പേരും ഈ മാതാവിൻ്റെ നിത്യകന്യാത്വവും പൊരുത്തപ്പെടുക? പലരും ഉന്നയിക്കുന്ന സംശയമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടെ വ്യക്തമാക്കുന്നത് 1-ാം അധ്യായം 25-ാം വാക്യം, മറിയം പുത്രനെ പ്രസവിച്ചത് വരെ അദ്ദേഹം അവളെ അറിഞ്ഞില്ല. അദ്ദേഹം ശിശുവിന് ഈശോ എന്ന് നാമകരണം ചെയ്തു. അപ്പൊ മറിയം കന്യകയായിരുന്നു, പ്രസവിച്ചത് വരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പ്രസവിച്ചത് വരെ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്ന അർത്ഥത്തിലാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പലരും ഉന്നയിക്കുന്ന സംശയം. ഒന്നാമത്തെ കാര്യം, ഈ ബൈബിൾ വാക്യം അവനെ പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസവത്തിന് ശേഷം അറിഞ്ഞു എന്നുള്ള എഴുതാപ്പുറം വായിക്കണ്ട എന്നുള്ളതാണ്. കാരണം ബൈബിളിലെ ഒരു പ്രതിപാദന രീതിയാണത്. അവിടെ ഉദാഹരണം പറഞ്ഞാൽ 2 സാമുവേൽ 6:23, മരണം വരെ സാവൂളിന്റെ പുത്രി മിഖാലിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം മരണശേഷം കുട്ടികൾ ഉണ്ടായെന്ന് പറയാൻ പറ്റുകയല്ല. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 8:7, മലങ്കാക്ക വെള്ളം വറ്റുവോളും അങ്ങുമൊന്നും പറന്നു നടന്നു. വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ പറക്കുന്നു നിർത്തിയോ? മത്തായി 28:20, ലോകാവസാനം വരെ ഞാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ലോകാവസാനം കഴിയുമ്പോൾ ഈശോ ഇല്ലാതാകുമോ? അപ്പോൾ ബൈബിളിലെ ഒരു പ്രതിപാദന രീതി, ആ ഒരു വാക്ക് വെച്ചുകൊണ്ട് മാതാവിന്റെ കന്യാത്വത്തെ ചോദ്യം ചെയ്യുവാൻ ബൈബിളിന്റെ ഭാഷയിൽ സാധിക്കുകയില്ല. അതുപോലെ തന്നെ 1 തിമോത്തി 4:13, ഞാൻ വരുന്നതുവരെ നീ പഠിപ്പിക്കുകയും വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിർത്തണമെന്ന് അർത്ഥമില്ലല്ലോ. അപ്പോൾ ഈ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കന്യാമറിയത്തിന്റെ ഈശോയുടെ ജനനത്തിന് ശേഷവും കന്യാമറിയം കന്യകയായിരുന്നോ അല്ലയോ? സഭ പഠിപ്പിക്കുന്ന കന്യകയായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ബൈബിളിൽ അങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഈ മക്കൾ, ഈ പേര് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇയാളുടെ സഹോദരന്മാരല്ല യാക്കോബും യോസേഫും ശിമയോനും യൂദായും? അക്കാലത്തെ യൂദയ പലസ്തീന പാരമ്പര്യത്തിൽ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്ന എല്ലാവരും. ആ ഗ്രാമങ്ങളിലുള്ള കുടുംബാംഗങ്ങളെല്ലാം സഹോദരങ്ങളെ വിളിച്ചിരുന്നു. സഹോദരങ്ങളുടെ മക്കളെയും സഹോദരങ്ങളെന്ന് വിളിച്ചിരുന്നു, മക്കളെ മാത്രമല്ല. നമ്മുടെ നാട്ടിലും അതെ, പൗരസ്ത്യ നാട്ടിലെ രീതിയാണ്. ചേട്ടൻ്റെ മക്കളോ അനിയൻ്റെ മക്കളോ എല്ലാം സഹോദരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണ്. മാത്രമല്ല, ഇവരുടെ പേരുകളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈശോയുടെ കുരിശിന്റെ ചുവട്ട് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തും നമ്മൾ കാണുന്നുണ്ട്. 27-ാം അധ്യായം 56-ാം വാക്യത്തിൽ അവിടെ നിൽക്കുന്നത് ആരൊക്കെയാണ്? ഒട്ടേറെ സ്ത്രീകൾ ഇവയെല്ലാം നോക്കിക്കൊണ്ട് അകലെ മാറി നിന്നിരുന്നു. അവരിൽ മഗ്ദലന മറിയവും
യാക്കോബിന്റെയും ഔസേപ്പിന്റെയും അമ്മയായ മറിയവും. അപ്പോൾ ഈ രണ്ടുപേരുടെ അമ്മ പരിശുദ്ധ കന്യാമറിയമല്ലെന്ന് വ്യക്തമായി. യാക്കോബ് രണ്ടുപേര്, 4 പേരുടെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മറിയം എന്ന പേരാണുള്ളത്. കാരണം മറിയം എന്നുള്ളത് വളരെ പ്രസിദ്ധമായ ഒരു പേരാണ്. മോശയുടെ സഹോദരി മിറിയാം, ആ പേരാണ്. ഒത്തിരി ആളുകൾക്ക് ആ പേരുണ്ട്, മറിയം എന്നുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഈ 2 പേര് ഇവിടെ പ്രതിപാദിക്കുന്ന 13-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന യാക്കോബും യോസേഫും അവര് വേറൊരു മറിയത്തിൻ്റെ മക്കളാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ കുരിശിൻ ചോട്ടിൽ നിൽക്കുമ്പോൾ ആരൊക്കെയാണ് അവിടെ? അവന്റെ അമ്മയും മാതൃ സഹോദരിയും ക്ലെയോഫാസിന്റെ ഭാര്യയായ മറിയവും മക്കളെല്ലാം മറിയവും. അപ്പൊ ഈ മറ്റ് 2 മക്കള് ക്ലെയോഫാസിന്റെ മക്കളായിട്ടാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈശോയ്ക്ക് സ്വന്തം മക്കളുണ്ടെങ്കിൽ, വേറെ മക്കളുണ്ടെങ്കിൽ യോഹന്നാനോട് പറയേണ്ട ആവശ്യമില്ല, ഇതാ നിന്റെ അമ്മ എന്ന് പറയേണ്ട ആവശ്യമില്ല, മാതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോൾ മാതാവിന് ഈശോ മാത്രമാണ് മകൻ. അവിടുന്ന് വേർപിരിയുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈശോയെ നോക്കുവാനായിട്ട് വേറെ ആ മക്കളില്ല. യോഹന്നാൻ ആ കുടുംബം കർത്താവിൻ്റെ അപ്പസ്തോലിക കുടുംബമാണ്. അതുകൊണ്ട് ബൈബിളിലെ ഈ വാക്യങ്ങൾ വെച്ചുകൊണ്ട് ഈശോയ്ക്ക് വേറെ മാതാവിന് വേറെ മക്കളുണ്ടായിരുന്നു എന്ന് വാദിക്കുവാൻ പറ്റുകയില്ല. കാരണം നമ്മളിതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മളോട് ചോദിക്കും, ഒരിക്കലൊരു മനുഷ്യനോട്, സാധാരണ കത്തോലിക്കനോട്, നവീന ക്രൈസ്തവ സ്വീകരിച്ച ഒരാൾ വന്ന് ഇതുപോലെ വാദിച്ചു, മാതാവിന് മക്കളുണ്ട്, അവരുടെ പേരുകളുണ്ട്, അതാണ് ഇതാണ്. പക്ഷെ നമ്മളുടെ പാവം ചേട്ടനൊന്നും വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയില്ല. അവസാനം ആ ചേട്ടൻ മറുപടി പറഞ്ഞു, ഇനി എന്നോട് തർക്കിക്കരുത്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു, ഇനി മാതാവിന് വേറെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഞങ്ങൾ ചെലവിൽ കൊടുത്തോളാം, നിങ്ങൾ നോക്കണ്ട. അങ്ങനെ പറഞ്ഞതാണ്. ഏതായാലും ശരിയായ ഉത്തരം നമ്മൾ പറയണം, ബൈബിൾ വെച്ച് തന്നെ. സഭയുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെ എപ്പോഴും വിളിക്കുന്നത് നിത്യകന്യക എന്നാണ്. പരിശുദ്ധ കന്യാമറിയം കന്യകയാണെന്നുള്ളത്. എപ്പോഴൊക്കെയാണ്? ആൻറെ പാർത്തും, ഇൻ പാർത്തു, ആൻഡ് പോസ്റ്റ് പാർത്തം എന്നാണ്. അതിൻ്റെ അർത്ഥം പ്രസവിക്കുന്നതിന് മുമ്പ്, ഈശോയെ പ്രസവിക്കുന്നതിന് മുമ്പ് മറിയം കന്യകയായിരുന്നു, ബൈബിളിൽ പറയുന്നുണ്ട്. ഇൻ പാർത്തു, പ്രസവിക്കുമ്പോഴും കന്യകയാണ്. പോസ്റ്റ് പാർത്തും, പ്രസവിച്ചതിന് ശേഷം കന്യകയാണ്. അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. ഇപ്പൊ മാതാവ് എവർ വെർജിൻ, പെർപ്പച്വൽ വെർജിൻ ആണെന്നാണ്. ഈ വിശ്വാസം കത്തോലിക്ക സഭയുടെ വലിയ വിശ്വാസമാണ്. കത്തോലിക്ക സഭയും പൗരസ്ത്യ സഭകളെല്ലാം വിശ്വസിക്കുന്ന വലിയ ഒരു സത്യമാണ്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾ. മാതാവ് ആരാണ്? പാർത്തനോസ്, എവർ വെർജിൻ എന്നാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ സിനോദോസ്, 5ാം എക്യുമെനിക്കൽ സിനോദോസ് കോൺസ്റ്റാന്റിനോപ്പിൾ നടന്നപ്പോൾ 553 അവിടെ നിർണയിച്ചതാണ് മാതാവ് ആരാണ്? പാർത്തനോസ് എന്ന് പറഞ്ഞാൽ നിത്യകന്യകയാണ്, എവർ വെർജിൻ എന്നാണ്. സൊറിയാനിൽ ബസൂൾസ അൽമീൻ എന്ന് പറഞ്ഞാൽ വെർജിൻ, എവർ വെർജിൻ എന്നാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിലും സുറിയാനി ഭാഷയിലും മറിയത്തെ എപ്പോഴും എവർ വെർജിൻ, പെർപ്പച്വൽ വെർജിൻ. സഭയുടെ 4 മറിയൻ സിദ്ധാന്തങ്ങളിൽ ഒന്ന് ഇതാണ്. അത് പരിശുദ്ധ കന്യാമറിയം പെർപ്പച്വൽ, നിത്യകന്യകയാണ് എന്നുള്ള വലിയ സിദ്ധാന്തമാണ്. അതുതന്നെയാണ് പിന്നീട് സഭ ഔദ്യോഗികമായിട്ട് കത്തോലിക്ക ലാറ്ററൻ സിനഡ് 641 പോപ്പ് മാർട്ടിൻ ഇത് തന്നെ ആരൊക്കെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഇത് വലിയൊരു വിശ്വാസ സത്യമായിരുന്നു. ഇനി ആദ്യകാല ബൈബിളിന് ശേഷമുള്ള ആദ്യകാല രചനകളിലേക്ക് നോക്കുമ്പോൾ പ്രോട്ടോ എവാങ്കേലിയം ഓഫ് ജെയിംസ്, വിശുദ്ധ യാക്കോബിന്റെ ആദ്യ സുവിശേഷം എന്നുള്ള ഒരു അപ്രമാണീയ ഗ്രന്ഥമുണ്ട്. അത് AD 150 എഴുതത്തിൽ, AD 150. യോഹന്നാന്റെ ഒരുപാട് 100-ലാണ്. അതിലാണ് ആദ്യമായിട്ട് ഈ വാക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. മറിയം വെർജിൻ, നിത്യകന്യകയായിരുന്നു.
പിന്നീട് നമ്മൾ കാണുന്നത് AD 70 മുതൽ കണക്കാക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഓഡ്സ് ഓഫ് സോളമൻ. സുറിയാനി ഭാഷയിൽ മാത്രമേ ഇപ്പോൾ അതിന്റെ വിവർത്തനമുള്ളൂ. ഓഡ്സ് ഓഫ് സോളമൻ എൻ്റെ കോപ്പിയിൽപ്പെട്ട് ആ ഓഡ്സ് ഓഫ് സോളമൻ, സോളമന്റെ സംഗീതം എന്നുള്ള ഒരു സുറിയാനി ഭാഷയിലുള്ള കൃതിയാണ്. AD 70 മുതൽ 100 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടെന്ന് പറയുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് മറിയം നിത്യകന്യകയാണ്. മാത്രമല്ല ഇൻ പാർട്ടും, അതായത് മാതാവ് ഈശോയെ പ്രസവിക്കുമ്പോൾ പ്രസവ വേദന അനുഭവിച്ചില്ലെന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് അവിടെ പ്രത്യേകമായ രീതിയിൽ. കാരണം ഈ പ്രസവ വേദന ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആദ്യ ഹവ്വായെ ശപിക്കുമ്പോഴാണ് നീ വേദനയെടുത്ത്, പ്രസവവേദന എടുത്ത് മക്കളെ പ്രസവിക്കുമെന്ന് പറയും. അപ്പം മാതാവിന് അത് കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് മാതാവിന് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പാപം ചെയ്യാത്ത മാതാവ്, അമലോത്ഭവയായ അല്ലെങ്കിൽ ഉത്ഭവത്തിലെ നിർമ്മലയായ മാതാവ്. അതുകൊണ്ടാണ് ഈ സുറിയാനി അല്ലെങ്കിൽ ഗ്രീക്ക് ആദ്യകാല ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രസവവേദനയില്ലാതെ. അങ്ങനെ പൗരസഭകളിലെല്ലാം ആവർത്തിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ ആദ്യകാല സഭാപിതാക്കന്മാര് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിൽ ഇഗ്നേഷ്യസ് AD 100-നടുത്താണല്ലോ അദ്ദേഹം കാലം ചെയ്യുന്നത്. ജസ്റ്റിൻ അത് AD 165-ലാണ് കാലം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യകാല രചയിതാക്കള് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ 215-ലാണ് അദ്ദേഹം എഴുതുന്നത്. അവിടെയൊക്കെ അവരെല്ലാം മാതാവിന്റെ ആ ഒരു കന്യാത്വം പറ്റി പറയും. മാത്രമല്ല ആരാണ് ഈ പറഞ്ഞ 4 സഹോദരങ്ങൾ? ഈ സഭാപിതാക്കന്മാർ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ പറയുന്നത് ഈ സഹോദരങ്ങളെല്ലാം യോസേപ്പിതാവിന്റെ മുമ്പുള്ള വിവാഹത്തിലെ മക്കളാണെന്നാണ് പറയുന്നത്. ബൈബിൾ അടിസ്ഥാനമായി നോക്കുമ്പോൾ അങ്ങനെ പറയാൻ അവരുടെ മാതാക്കൾ വേറെ മറിയമാണ്. പക്ഷേ ഈ സഭാപിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പൗരസഭകളിലെ ഒരു പൊതു ചിന്ത യോസേപ്പിതാവിന്റെ മുൻ വിവാഹത്തിലെ മക്കളാണ്. പക്ഷേ യോസേപ്പിതാവ് മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും മക്കളുണ്ടായിരുന്നെന്നും വേറെ ഒരു രേഖയുമില്ല. ഇങ്ങനെ പറഞ്ഞിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. സഭാപിതാവായ ഒരിജൻ അത് ആദ്യകാല സഭാപിതാവാണ്. അത് തെർത്തുല്യന്റെ പ്രത്യേകത അദ്ദേഹം പറയുന്നത് മാതാവ് കന്യകയായിരുന്നു. പക്ഷെ ഈശോ ജനിക്കുമ്പോൾ ഇൻ പാർത്തും കന്യക അല്ലെന്ന് പറയും. കാരണം അദ്ദേഹം ഡൊസെറ്റിസം എന്ന് പറയുന്ന ഒരു അബദ്ധ സിദ്ധാന്തത്തിനെതിരായി പ്രവർത്തിച്ച ആളാണ്. ചിന്ത ഡൊസെറ്റിസം അനുസരിച്ച്, ആ അബദ്ധ സിദ്ധാന്തം അനുസരിച്ച് ഈശോ മനുഷ്യരെ എടുത്തില്ല, ഇതെല്ലാം ഒരു ഭാവന മാത്രമായിരുന്നു. ഈശോ കുരിശ് കയറിയതെല്ലാം ഒരു നാടകമായിരുന്നു, യഥാർത്ഥത്തിൽ ഉണ്ടായതല്ല. അവിടെ ഈശോയുടെ മനുഷ്യാവതാരം മനുഷ്യനായി അവതരിച്ചു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെയൊരു എക്സെപ്ഷൻ കൊടുത്തത്. അതാണ് തെർത്തുല്യം. പക്ഷെ തെർത്തുല്യന്റെ എല്ലാ പ്രബോധനങ്ങളും സഭ അംഗീകരിക്കുന്നില്ല. തുടർന്ന് നമ്മൾ കാണുന്നത് സഭയിലെ മറ്റ് തുടർന്നുള്ള പിതാക്കന്മാർ, കുറേയേറെ പിതാക്കൾ 235 ഹിപ്പോളിറ്റസ് ഓഫ് റോം, എവർ ബെർജിൻ, യൂസേബിയസ് ഇന്നലെ പറഞ്ഞ എപ്പിഫാനിയോസ്, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ ജെറോം, ഇവരെല്ലാം എടുത്തെടുത്ത് ഓരോ നൂറ്റാണ്ടിലും അവരെടുത്തെടുത്ത് പറയുന്ന കാര്യം മറിയം കന്യകയായിരുന്നു. പലരും പറയാറുണ്ട് പ്രൊട്ടസ്റ്റന്റുകാര് മറിയത്തിന്റെ കന്യാത്വം എതിർത്തു. പക്ഷെ വാസ്തവം അങ്ങനെയല്ല. മാർട്ടിൻ ലൂഥർ അദ്ദേഹം മറിയം നിത്യകന്യകയാണെന്നാണ് പറഞ്ഞിരുന്നത്. മാർട്ടിൻ ലൂഥർ. അതുപോലെ തന്നെ സിംഗ്ലി തോമസ് ക്രാൻമർ, അദ്ദേഹമാണ് ആംഗ്ലിക്കൻ സഭയുടെ നവീകരണത്തിന് തുടക്കം കുറിച്ചയാണ്. ജോൺ വൈക്ലിഫ്, ജോൺ കാൽവിൻ, ഇവരാരും മറിയത്തിന്റെ നിത്യകന്യാത്വത്തെ എതിർത്തിട്ടുള്ളത് ആധുനിക കാലത്ത് ഉണ്ടായിട്ടുള്ള നവീന ക്രിസ്തീയ പേരിലുള്ള സഭാ സമൂഹങ്ങൾ മാത്രമാണ് സഭയുടെ ചരിത്രത്തിൽ. അതുകൊണ്ട് മറിയത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളെല്ലാം സഹോദരന്മാരെല്ലാം പറയുന്നതാണ്. മാത്രമല്ല എഴുത്തുകൾ മാത്രമല്ല, ചിത്രങ്ങൾ കൂടെ തന്നെ ആദ്യകാല ചിത്രങ്ങളുണ്ട്. AD 100 കാലം മുതൽ ഉള്ള മനോഹരമായ ഒരു ചിത്രമാണ് റോമിലെ പ്രിഷില്ല എന്നുള്ള കാറ്റക്കവും ഭൂഗർഭ ആലയത്തിൽ. അവിടെ കുറേ ചിത്രങ്ങളുണ്ട്. അതിലൊരു ചിത്രം ഏശയ്യാ 7:14 കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ആ ചിത്രം നിങ്ങൾക്ക് യൂട്യൂബ് പരതിയാൽ കാണും, ഗൂഗിളിൽ പരതിയാൽ ആ ചിത്രം കിട്ടും. മാതാവ് ഉണ്ണീശുവായിട്ട് നിൽക്കുന്ന AD 100 മുതൽ 150 വരെ കാലഘട്ടം പറയും. അത്രയും ഇപ്പൊ മാതാവ് കന്യകയാണെന്ന് സൂചിപ്പിക്കുന്ന ആ കന്യാജനനത്തെ ഏശയ്യായുടെ ദർശനത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ്.
അങ്ങനെ ചിത്രത്തിലൂടെ, രേഖകളിലൂടെ, ബൈബിളിലൂടെ എല്ലാം ഉറപ്പിച്ചിട്ടുള്ള സത്യമാണ്. അതുകൊണ്ടാണ് സഭയുടെ പ്രബോധനങ്ങൾ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയെക്കുറിച്ച് പ്രബോധനം നടത്തുമ്പോൾ 57-ാം ഖണ്ഡികയിൽ ലൂമൻ ജൻസിയും 57-ാം ഖണ്ഡികയിൽ പറയുകയാണ്, മിശിഹായുടെ കന്യാോത്ഭവം മുതൽ മരണം വരെ വെളിപ്പെടുന്നത് എന്താണ്? ദൈവികമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ ആദിജാതൻ അവരുടെ കന്യാത്വ പൂർണ്ണത കുറയ്ക്കുകയല്ല, അത് പവിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ കത്തോലിക്ക വേദോപദേശ സംഹിത 499 ഈശോയുടെ ജനനം മാതാവിന്റെ കന്യാത്വ പൂർണ്ണത കുറയ്ക്കുകയല്ല, മറിച്ച് അത് വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം പരിശുദ്ധ കന്യകാമറിയം അത്യന്തം കന്യകയായിരുന്നു എന്നുള്ളതാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലും അത് തന്നെയാണ്. മാത്രമല്ല, ഇതിനോടനുബന്ധമായിട്ടുള്ള കാര്യമാണ് യോസേപ്പിതാവിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? യോസേപ്പിനെ കുറിച്ചുള്ള പ്രാർത്ഥനകൾക്കെല്ലാം പറയുന്നത് മഹാവിരക്തനായ യോസേപ്പ് എന്നാണ്. പിൽക്കാല ചിത്രങ്ങളിൽ ഐക്കണുകളിലൊക്കെ യോസേപ്പിതാവിനെ മൂടി നരച്ചൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ്. പ്രത്യേകിച്ച് യോസേപ്പിതാവ് പ്രായമായെന്ന് കാണിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ യോസേപ്പ് ചെറുപ്പക്കാരൻ തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷെ അദ്ദേഹം മഹാവിരക്തനായിരുന്നു എന്നാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളിൽ ഇതുപോലെ മാതാവിന് വലിയ പ്രാധാന്യമാണ്. നമ്മളുടെ ഓർത്തഡോക്സ് സഹോദരങ്ങളുടെ, നമ്മളുടെ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ കാണുന്ന മാതാവിനെ കുറിച്ച് ഒരുപാട് പ്രതിരൂപങ്ങളുണ്ട്. അതിലൊന്നാണ് ജ്വലിക്കുന്ന മുൾപ്പടർപ്പ്. മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുന്നു, തീയാണ് കത്തുന്നു, പക്ഷെ മുൾപ്പടർപ്പ് കത്തി അമരുന്നില്ല. ഇതുപോലെ മാതാവ് ദൈവാത്മാവിന്റെ തീ ഇറങ്ങി, പക്ഷെ മാതാവ് അന്യോന്യമായിട്ട് നിൽക്കും. ജ്വലിക്കുന്ന മുൾപ്പടർപ്പ് എന്നുള്ളത് വലിയൊരു പ്രതീകമാണ്. അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 2-3 വാക്യങ്ങള്, അദ്ദേഹം ഒരു ദർശനം കണ്ടു. ജെറുസലേം ദേവാലയത്തിന്റെ കിഴക്കേ വാതിൽ, ആ കിഴക്കേ പടിപ്പുര, അതിലൂടെ ദൈവം കടന്നു ദേവാലയത്തിനകത്തേക്ക് കയറി. പക്ഷെ അതിനുശേഷം ആ കിഴക്കേ പടിപ്പുര അടഞ്ഞു കിടന്നു. ഈ കിഴക്കേ പടിപ്പുറ ആരാണ്? മാതാവാണ്. എന്നാണ് മാതാവിന്റെ പ്രതീകമായിട്ടാണ്. നമ്മുടെ പുരാതന ദേവാലയങ്ങൾ, കേരളത്തിലെ പുരാതന ദേവാലയങ്ങളെല്ലാം കിഴക്ക്, പഴയ പള്ളികൾക്കെല്ലാം കിഴക്ക് ഒരു വാതിൽ, ഒരു ജനലുണ്ട്. ചങ്ങനാശ്ശേരിയിലെ പഴയ പള്ളിക്ക് വാതിലുണ്ട്. അത് നവീകരിച്ചപ്പോൾ അവിടെ ഒരു മാതാവിന്റെ ചിത്രം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ആ കിഴക്കെ പടിപ്പുര മാതാവാണ്. കിഴക്ക് നിന്ന് വെളിച്ചം വരുന്നു, ഈശോ വരാനിരിക്കുന്ന സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ പുരാതന ദേവാലയങ്ങളെല്ലാം കിഴക്ക്, പഴയ പള്ളികളൊക്കെ നോക്കിയാൽ പൊളിച്ചു കളയാത്ത പഴയ പള്ളികൾ, കിഴക്ക് തുറക്കാത്ത ഒരു ജനലുണ്ട്. അത് മാതാവാണ്, മാതാവിന്റെ പ്രതീകമാണ്. വിശുദ്ധ എഫ്രേം പറയുന്നത്, പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയ ഒരാളെ മൺമേനായൊരു മർത്തിനെ തൊടാൻ പോലും പറ്റിയില്ലെന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയ വളരെ വിശിഷ്ടമായ വ്യക്തിത്വമാണ്. ആ മറിയത്തെ മൺമേനായ ഒരാൾക്ക് തൊടാൻ പോലും പറ്റില്ല, അത്ര അതിവിശുദ്ധയാണെന്നാണ്. മറ്റൊരു പ്രതീകം അദ്ദേഹം പറയുന്നുണ്ട്, മറിയത്തിന്റെ മുദ്ര വെച്ച ഉദരം. മറിയത്തിന്റെ ഉദരം മുദ്ര വെച്ചാണ്. ഈശോയുടെ മുദ്ര വെച്ച കല്ലറ, ആ മുദ്ര വെച്ച കല്ലറയ്ക്കകത്ത് നിന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റു. ഇതുപോലെ മുദ്ര വെച്ച ഉദരത്തിൽ നിന്നും ഈശോ ജനിച്ചു എന്നാണ് വലിയ കവിയായ മറപ്രയം പറയുന്നത്. അപ്പം മാത്രമല്ല, മറപ്രയം തന്നെയാണ് പറയുന്നത്, പ്രസവവേദന ഇല്ലാതെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഹവ്വായുടെ ശാപം അത് ഏൽക്കേണ്ട ആവശ്യമില്ലാത്ത മറിയം പ്രസവ വേദനയില്ലാതെ ഈശോയ്ക്ക് ജന്മം നൽകിയെന്നാണ്. അതുപോലെ തന്നെ അപ്രയം പിതാവ് പറയുന്നത്, അപ്രയം പിതാവ് മറ്റു സഭാതാക്കന്മാർ പറയുന്ന പോലെ തന്നെ യേശുപിതാവിന്റെ മക്കളായിരുന്നു ഈ സഹോദരങ്ങളാണ്. ഏതായാലും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആ നിത്യകന്യാത്വം അത് സഭയുടെ നൂറ്റാണ്ടുകളായുള്ള വലിയ പാരമ്പര്യമാണ്. പരിശുദ്ധ കന്യാമറിയ നിത്യകന്യാത്വം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ കന്യാമറിയം ആത്മശരീര ശുദ്ധിയുടെ പ്രതീകമാണ്. മാതാവിന്റെ വെർജിനിറ്റി ഒരു ശാരീരികമായ ഒന്ന് മാത്രമായിരുന്നില്ല, ആത്മാവിലും ഹൃദയത്തിലും ശരീരത്തിലും പരിപൂർണമായി വിരക്തയായിരുന്നു, പരിപൂർണമായ കന്യകയായിരുന്നു പരിശുദ്ധ കന്യാമറിയം എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 33 വാക്യങ്ങളിൽ അവിഭക്തമായ ഹൃദയത്തോടെ ശുശ്രൂഷിക്കുന്നതിൽ പൗലോസ് പറയുന്നുണ്ട്. ഭർത്താവുള്ള ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി വിഷമിച്ച് നടക്കുന്നു.
അതില്ലാത്തവളാകട്ടെ കർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് അദ്ദേഹം അങ്ങനെയൊരു സമർപ്പിത ജീവിതത്തിന്റെ സാധ്യത പൗലോസ്ലീഹ പറയുന്നത് എന്നെ പോലെ ആകുകയാണ് ഏറ്റവും നല്ലത്. പക്ഷെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിഭക്ത ഹൃദയത്തോടുകൂടി ശുശ്രൂഷിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ടാണ് വെർജിനിറ്റിയെ കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല എസ്കറ്റോളജിക്കൽ ലൈഫ്, വെർജിനിറ്റിയുടെ യുഗാന്ത്യോന്മുഖമായ മാനം എന്താണ്? യുഗാന്ത്യോന്മുഖമായ മാനം അതാണ് സുവിശേഷം 22:30. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവർ വിവാഹം കഴിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല, അവർ മാലാഖമാരെ പോലെയാകും. അപ്പൊ ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിന്റെ ആ ജീവിതം നയിച്ചു പരിശുദ്ധ കന്യകാമറിയം. അപ്പൊ ആ വെർജിനിറ്റി സ്വീകരിക്കുമ്പോൾ, ആ സമർപ്പണം സ്വീകരിക്കുമ്പോൾ സ്വർഗീയ ജീവിതത്തിന്റെ ഒരു പ്രീഫിഗുറേഷൻ, അതിൻ്റെ ഒരു മുൻ ആസ്വാദനമാണെന്നാണ് പറയുന്നത്. അതുപോലുള്ള സമർപ്പണം ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഉപഭോഗ സംസ്കാരം നിറഞ്ഞ ലോകമാണ്. അമിതമായ ജഡികത നിറഞ്ഞൊരു ലോകമാണ്. കാഴ്ചയിലും കേൾവിയിലും യാത്രയിലും വാർത്തയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് വളരെയധികം ജഡികതയുടെ ലസ്റ്റ്, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന തകർച്ചകൾ, കുടുംബ ജീവിതം, വിവാഹ ജീവിതം തകരുന്നു, മക്കളെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകുന്നു, ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ തള്ളിയിട്ട് കൊല്ലുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? പലതരത്തിലുള്ള ലസ്റ്റ് ഇതിന്റെ പിന്നിലുണ്ട്. അതിന് ലോകത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇന്നത്തെ ലോകത്തിലെ ഉപഭോഗ സംസ്കാരത്തിൽ അമിത ജഡികതയുടെയും ഇടയിൽ പരിശുദ്ധ കന്യകാമറിയം ഒരു പ്രതിസംസ്കാരമാണ്. കന്യകാമറിയം സംസ്കാരത്തെ കൗണ്ടർ കൾച്ചർ എന്ന് പറയും, ഒരു പ്രതിസംസ്കാരമാണ്. ക്രൈസ്തവ ജീവിത ക്രിസ്ത്യാനികൾക്കും ആ ഒരു പ്രതിസംസ്കാരം അത് പുലർത്തേണ്ട ആവശ്യമുണ്ട്. ആ പ്രതിസംസ്കാരത്തിന്റെ ചൈതന്യം നമ്മൾ പുലർത്തും. നമ്മളുടെ ഈ നൊവേന പ്രാർത്ഥനയിൽ, ഈ നൊവേനകള് അതിരൂപത ലിറ്ററേച്ചർ കമ്മീഷനാണ് തയ്യാറാക്കുന്നത്. ഞാൻ അതിന്റെ സെക്രട്ടറി. അപ്പൊ അങ്ങനെ തയ്യാറാക്കി അതിന്റെ നക്കലുകളെല്ലാം പൂർത്തിയാക്കി അഭിയന്ന് പെരുന്നട്ട പിതാവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ പിതാവ് ഒരു പ്രാർത്ഥന കൂടുതൽ എഴുതി ചേർത്തു. ആ പ്രാർത്ഥന ഇതാണ്: വിശുദ്ധിയുടെ നിറവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ എല്ലാ മനുഷ്യരും തങ്ങളുടെ വിളിക്കനുസരിച്ച് കന്യകാത്വം സംരക്ഷിക്കുവാനും ചാരിത്രത്തിന് ഭംഗം വരുത്താതെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിശുദ്ധിയിൽ വളരുവാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചാരിത്രം, ഈ കന്യാത്വം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിത അന്തസ്സിൽ, വിവാഹ ജീവിതത്തിൽ, വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ, യുവാക്കളും യുവതികളുമായിരിക്കുമ്പോൾ, ബാലന്മാരായിരിക്കുമ്പോൾ എല്ലാം ആ വിശുദ്ധിയിൽ, ശരീരത്തിലും ആത്മാവിലും ഉള്ള വിശുദ്ധിയിൽ വളർന്നു വരുവാനുള്ള ദൈവകൃപ ആവശ്യമാണ്. മറിയം അതിന് നമ്മെ സംരക്ഷിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന് അഭയം തേടി പ്രാർത്ഥിക്കുന്നു, സംരക്ഷിക്കും. ആത്മീയമായ ഒരു വലിയ സംരക്ഷണം, ഒരു കവചമാണ് പരിശുദ്ധ കന്യാമറിയത്തിന്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കണ്ടു, 19-ാം വാക്യത്തിൽ കുറിച്ച് കിടന്നുകൊണ്ട് മാതാവ് പറയുന്ന എന്താണ്? ഈശോ പറയുന്നതാണ്: ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. അപ്പോൾ എല്ലാവരുടെയും അമ്മയാകുവാൻ മാതാവിന് സാധിച്ചത് എപ്പോഴാണ്? മാതാവ് അവിടുത്തമായ ഹൃദയമുള്ളത് കൊണ്ടാണ്, മാതാവ് കന്യകയായതുകൊണ്ടാണ്. ഈശോ മാത്രമേ ഉള്ള മകൻ. ആ ഈശോയിൽ ഒന്നു ചേർന്ന ആ ഭൗതിക ശരീരം, ഈശോയുടെ ഭൗതിക ശരീരമായ സഭ മാതാവിന്റെ മക്കളാണ്. ആ സഭ മാത്രമല്ല, സഭയിലെ ഓരോ വ്യക്തിയും മാതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് നമ്മളോടും പറയണം. ആ അമ്മ ആരാണ്? ആ അമ്മ നിത്യകന്യകയാണ്. ആ അമ്മ പ്രത്യേകമായി മകനെ സംരക്ഷിക്കുന്നത്, ഏകമകനെ ഒരമ്മ സംരക്ഷിക്കുന്നത് പോലെ നമ്മയും സംരക്ഷിക്കും. ശരീരത്തിനും ആത്മാവിനും വിശുദ്ധിയിൽ വളർന്നു വരിക. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന്റെ നിത്യകന്യാത്വത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ദൈവിക രഹസ്യം, സഭ പഠിപ്പിക്കുന്ന ആ ദൈവിക രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാതാവിന്റെ ആ മാതൃക പിഞ്ചെന്ന് ശരീരത്തിനും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയിൽ വളരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ തുടരാം.